ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണ്, ഒരു 5.1 ആംപ്ലിഫയർ. കഴിഞ്ഞ 3 വീഡിയോകളായി നമ്മൾ 3 ബോർഡുകൾ പരിചയപ്പെട്ടിരുന്നു. TPA311 D2 ഭാഗത്തിൽപ്പെടുന്ന 3 ക്ലാസ് ടി ബോർഡുകളും അതുപോലെ തന്നെ ശക്തിയുടെ ഒരു പ്രോളോജിക് ബോർഡും 5.1 പ്രോളോജിക് ബോർഡും പിന്നെ കുമാർ ഓഡിയോസിന്റെ തണ്ടർ മോണോ ബോർഡും ഈ ബോർഡുകളെല്ലാം യൂസ് ചെയ്ത് നമ്മൾ 5.1 ആംപ്ലിഫയറോട് അസംബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അതിനും നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനൊപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിനെ പരിചയപ്പെടാം. അക്രിലിക് ഷീറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് പാനലാണിത്. അതിനോടൊപ്പം തന്നെ നമ്മളൊരു ഗ്ലേസിംഗ് കിട്ടുന്ന ഒരു സ്റ്റിക്കർ വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമൽ ആംപ്ലിഫയർ കാണുന്ന പോലെ ഈ സൈഡിലായിട്ട് ഇതിൻ്റെ പവർ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നീട് വരുന്നതിൻ്റെ ബാസ്, ട്രബിള്, സബ് വോളിയംസ്, പിന്നെ സെൻട്രൽ വോളിയം, റിയർ വോളിയം, ഫ്രണ്ട് വോളിയം, പിന്നെ എല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ ഒരു മാസ്റ്റർ വോളിയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് 3-വേ സെലക്ഷൻ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 5.1, 2.1 സെലക്ട് ചെയ്യാം, USB, പിന്നെ ഓക്സ്, അങ്ങനെ 3 സെലക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സെല്ലായിട്ട് നമ്മൾ USB-യുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ യൂസ് ചെയ്യുന്ന ഒരു MP3 ഡീകോഡർ മോഡ്യൂളാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉള്ളിൽ നിന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു വൃത്തിയായിട്ടൊക്കെ മാറി ഒരു ബ്രാൻഡ് ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ നോർമൽ USB ബാർഡ് ഒരു പാനൽ ഇവിടെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു അത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ നിന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ബ്രാൻഡ് ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ഉൾവശം നമുക്ക് നോക്കിക്കളയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞാനിത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വയറിങ്ങിലെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ട്രാൻസ്ഫോമർ പരിചയപ്പെടാം. ട്രാൻസ്ഫോമർ പരിചയപ്പെടുമ്പോൾ നമ്മൾ കഴിവതും അസംബിൾ ചെയ്ത ട്രാൻസ്ഫോമർ തന്നെ വാങ്ങാൻ വൈൻഡ് ചെയ്ത ട്രാൻസ്ഫോമർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കടയിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ പറയുന്ന ആംബിയറൊന്നും അതിന് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് വൈൻഡ് ചെയ്യിക്കുക. അത്യാവശ്യം കോസ്റ്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞ് വൈൻഡ് ചെയ്യിക്കുമ്പോൾ. 3 ഇഞ്ച് വീതിയിലും 3.5 ഇഞ്ച് ഉയരത്തിലുമാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കോർ വരുന്നത്. 27-0-77 8 ആംപിയറും 16-0-16 6 ആംപിയറും 18-0-18 1 ആംപിയറും 12-0-12 1 ആംപിയറുമാണ് ഇതിന് ടാപ്പിംഗ് വരുന്നത്. കൂടാതെ നമ്മളൊരു ചെറിയ ട്രാൻസ്ഫോമർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 6 വാട്ട് 500 മില്ലി ആമ്പാണ് വരുന്നത്. ഇത് നമ്മൾ നമ്മുടെ USB മോഡ്യൂളിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 27-0-27 8 ആംപിയർ ബ്രിഡ്ജ് റെക്ടിഫൈ ചെയ്യുന്നത് 4700 രൂപ. പിന്നെ 4 കപ്പാസിറ്ററും അതുപോലെ തന്നെ ഒരു 35 മെറ്റൽ ഡയോഡും യൂസ് ചെയ്താണ് റെക്ടിഫൈ ചെയ്യുന്നത്. ഇത് നമ്മളിവിടെ നമ്മുടെ മോണോ ആംപ്ലിഫയറിനാണ് യൂസ് ചെയ്യുന്നത്. കുമാർ ഓഡിയോസിൻ്റെ മോണോ ബോർഡിന് ഏകദേശം 38 വാട്ട് DC ഇതിന് ആവശ്യം വരും. 42 വാട്ട് വരെ നമുക്ക് മാക്സിമം ഇതിന് കൊടുക്കാം. പിന്നെ നമ്മൾ 16-0-16 6 ആംപിയർ ഉൾവേവ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി 10000 UF-ൻ്റെ 63 വാട്ടിൻ്റെ ഒരു കപ്പാസിറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 6 ആംപിയറിന് 2 ഡയോഡും കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം റെക്ടിഫൈ ചെയ്ത് വരുമ്പോൾ ഒരു 23 വാട്ടോളം വരും DC. അതാണ് നമ്മൾ ഈ 3 ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡിനും കൊടുത്തിരിക്കുന്നത്. പിന്നെ 18-0-18 1 ആംപിയറാണ് നമ്മുടെ ഈ 5.1 പ്രോളോജിക് ബോർഡിന് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇതിന് ഒരു 12 വാട്ട് DC ആണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 18-0-80-യെ 12 വാട്ട് റെഗുലേറ്റർ IC, പോസിറ്റീവ് നെഗറ്റീവ് റെഗുലേറ്റർ IC ഉപയോഗിച്ച് വാൾട്ട് കുറച്ച് ഏകദേശം 12 വാൾട്ടായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന 2 റെസിസ്റ്റർ നന്നായിട്ട് ചൂടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഈ 2 റെസിസ്റ്റർ ഒഴിവാക്കി ഡയറക്റ്റ് 12 വാൾട്ട് ഇതിൽ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ IC ഒന്നും ഡാമേജ് ആകാതെ ദീർഘനാൾ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. 6 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണിത്. നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഉപയോഗിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പവർ ഓൺ ചെയ്യുമ്പോൾ സ്പീക്കറിൽ നിന്നൊരു ടപ്പ് എന്നുള്ള ശബ്ദം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓഫ് ആക്കുമ്പോൾ ഈ ശബ്ദം വരും. അപ്പോൾ ഈ ഒരു ബോർഡ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു 5 സെക്കൻഡ് ഡിലേ ചെയ്ത ശേഷം മാത്രമാണ് സ്പീക്കറിലേക്ക് ഓഡിയോ സിഗ്നൽ വരുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ആ ടപ്പ് എന്നുള്ള ശബ്ദം ഒഴിവായി കിട്ടും. ടപ്പ് എന്നുള്ള ശബ്ദം വരാൻ കാരണം നമ്മൾ ഈ കാണുന്ന 4 കപ്പാസിറ്ററും പെട്ടെന്ന് ചാർജ് ആകും, അതുപോലെ തന്നെ ഡിസ്ചാർജ് ആകുകയും ചെയ്യും. ആ ഒരു പ്രോസസ്സിങ്ങിലാണ് നമ്മുടെ ഈ സ്പീക്കറിലേക്ക് പെട്ടെന്ന് കറണ്ട് വരും. അങ്ങനെയാണ് ടപ്പ് എന്നുള്ള ശബ്ദം വരാൻ കാരണം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറൊക്കെ ചെയ്യുമ്പോൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ കൂളിങ്ങിനായിട്ട് ഇവിടെ ഒരു ഫാനേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന AB ക്ലാസ് ആംപ്ലിഫയർ ആകെ വരണേ ഉള്ളൂ. ഈ ഒരു ആംപ്ലിഫയറൊക്കെ അത്യാവശ്യം ചൂടാവുകയുള്ളൂ. കുമാർ ഓഡിയോസിൻ്റെ ഈ മോണോ ബോർഡ്. അതുപോലെ തന്നെ ഇതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ ഹീറ്റ് സിങ്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം കാര്യമായിട്ടൊന്നും ചൂടാവുകയില്ല. പിന്നെ ഈ കാണുന്ന ക്ലാസ് ഡി ആംപ്ലിഫയർ ഒന്നും അങ്ങനെ പെട്ടെന്ന് ചൂടാകുന്ന ഒരു ബോർഡല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒറ്റ ഫാനിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു സോങ് പ്ലേ ചെയ്ത് നോക്കാം.